ഒരു കാര്യം ഞാൻ പറയാം, ഏകദേശമേ പറ്റത്തുള്ളൂ. പൂർണ്ണമായിട്ടും ഒന്നും ഈ ഒരു ഏരിയ ഒന്നും ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അത്രമാത്രം ഡെപ്തും കണ്ടന്റും ഉള്ള പോർഷൻസ് ആണ്. ഇത് പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും കാര്യമായിട്ടൊന്നുമില്ല. ഇത്രയും കാര്യമുള്ളൂ. ഹൈപ്പോ ഡെൻസ് ഏരിയാസ്. ഹൈപ്പോ ഡെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ എയർ പോലുള്ള ദെൻ ലിക്വിഡ് കണ്ടന്റ് ഉള്ള പോർഷൻസ് ഡാർക്കായിട്ടാണ് നമ്മുടെ CTയിൽ കാണപ്പെടുന്നത്. അതേസമയം ഹൈപ്പർ ഡെൻസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് വളരെ ബ്രൈറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഈ കൺസെപ്റ്റ് വെച്ച് ഞാൻ നമ്മുടെ പതോളജിയിലേക്ക് ലിങ്ക് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഹൈപ്പോ ഡെൻസ് ഏരിയാസ് ഇൻഫാക്ഷൻ എഡിമ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻഫാക്ഷൻ എഡിമയുടെ കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. എഡിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിന്റെ സറൗണ്ടിങ് ഏരിയാസും വെള്ളം ഫില്ല് ചെയ്ത് കാണപ്പെടുവാണ്. വെള്ളത്തിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് അത് ഡാർക്ക് ആയിട്ട് കാണപ്പെടും. പകരം ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നൊന്ന് പറയാമോ? ഇൻഫാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ ഡെത്ത് ആണ്, പ്രോഗ്രസീവ് സെൽ ഡെത്ത് ആണ്. സെല്ല് നശിച്ചു കഴിഞ്ഞാൽ സെല്ല് പൊള്ളയായി കഴിഞ്ഞാൽ അതിനകത്ത് എയർ കയറി കഴിഞ്ഞാൽ സെല്ല് നശിച്ചു കഴിഞ്ഞാൽ അത് പൊള്ളയായി കഴിഞ്ഞാൽ എയർ കയറി കഴിഞ്ഞാൽ പിന്നെ ഡാർക്കായിട്ടേ കാണപ്പെടുത്തുള്ളൂ. അവിടെ ഡെൻസിറ്റി ഇല്ല. ഡെൻസിറ്റി ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു ഗ്രേയിഷ് ലെവലിലേക്ക് കാണാൻ പറ്റത്തുള്ളൂ, സെമി സോൾഡ് ലെവലിൽ നിൽക്കത്തുള്ളൂ. അപ്പൊ എയർ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെൽ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ സെല്ല് പൊള്ളയാകും, സെല്ല് വെറും ഒരു ഷെല്ല് പോലെയാകും, കൂട് മാത്രം അവശേഷിക്കും. അതിനകത്തേക്ക് എയർ കയറുമ്പോൾ ഇമേജിനകത്ത് നമുക്ക് കിട്ടുന്നത് അത് ഡാർക്ക് രീതിയിലായിരിക്കും. നമുക്കിതെല്ലാം CTക്കകത്ത് കാണാം, ഇമേജിനകത്ത് കാണാം. അപ്പൊ ഇൻഫാക്ഷൻ എഡിമ CT സ്കാനകത്ത് എന്തുകൊണ്ട് ഡാർക്കിൽ കാണപ്പെടുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആണോ? നിങ്ങൾ റോബർട്ട് സൈൻ എന്ന് പറയുന്ന ഒരു സൈൻ കേട്ടിട്ടുണ്ടാവും. റോബർട്ട് സൈൻ എന്ന് പറയുന്ന സൈൻ IUD കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു USC എക്സാമിനേഷൻ ആണ്. USC എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് റോബർട്ട് സൈൻ പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാർട്ടിന്റെ ഏരിയയിലൊക്കെ അവിടെ ലിക്വിഡിന് പകരം വെള്ളം ബ്ലഡിന് പകരം എയർ ഫില്ല് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണപ്പെടും. അതിന്റെ അർത്ഥം അതെല്ലാം നശിച്ച ഏരിയകളിൽ എയർ കയറുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, എയറിന് എവിടെ വേണമെങ്കിലും ആരുടെ പെർമിഷനും ഇല്ലാതെ ഇടിച്ചു കയറി പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മുടെ റൂമിൽ നിന്ന് വെള്ളം ഒഴിവാക്കണമെന്ന് വിചാരിച്ചാൽ നമുക്ക് നടക്കാം. പക്ഷേ പൂർണ്ണമായിട്ട് എയറിനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് എവിടേക്ക് ഗ്യാപ്പ് കാണുന്നു അങ്ങോട്ട് എയർ ഇടിച്ചു കയറും. എയർ കയറുമ്പോഴാണ് അത് പൂർണ്ണമായിട്ടും ഏകദേശം ഒരു ഡാർക്ക് ലെവലിലേക്ക് മാറുന്നത്. അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. എയറോ ലിക്വിഡോ ആണെങ്കിൽ അവിടെ ഡാർക്കായിട്ടേ കാണത്തുള്ളൂ. ഇനി ഹൈപ്പർ ഡെൻസ് ഏരിയ ബ്രൈറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇൻഡിക്കേറ്റ് ഹെമറേജ് ആൻഡ് കാൽസിഫിക്കേഷൻ. ഇത് പ്രശ്നമായല്ലോ. ഹെമറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമല്ലേ, ബ്ലഡ് അല്ലേ? ആണോ? എന്ത് പറയുന്നു നിങ്ങള്? പിന്നെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ, സ്ട്രോക്ക്, ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് വിൻഡോ പീരീഡ്. Patient should reach in hospital within window period. Recovery will be fast. വിത്തിൻ വിൻഡോ പീരീഡിൽ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ പേഷ്യന്റിനെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള സാധ്യത കൂടും. വൈ? എന്താ കാര്യം? അതിന് കാരണം എന്താണ്? എനിവേ ഇപ്പൊ ഒരു സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു ക്ലോട്ടായി, മനസ്സിലായില്ലേ? ഇപ്പൊ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് വെച്ചാൽ ബ്ലീഡിംഗ് അല്ല, അവിടെ ത്രോംബസ് ഫോർമേഷൻ തന്നെ. ത്രോംബസാ ഫോം ചെയ്ത് നിൽക്കുന്നത്. മയോകാർഡിയൽ ഇൻഫാക്ഷനിലെ നമ്മൾ ബ്ലീഡിംഗ് ആണോ പറയുന്നത്? ബ്ലോക്ക് ആണ് പറയുന്നത്. ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രോംബസ് ആയി നിൽക്കുകയാണ്. ഈ ത്രോംബസ് ഫോർമേഷനായി ബ്ലോക്കായി നിൽക്കുന്ന ഈ സംഭവം ഉള്ള പേഷ്യന്റിനെ വിത്തിൻ 6 hours എന്ന് തിയറി പറയുമ്പോൾ വിത്തിൻ 3 hours പ്രാക്ടിക്കലി പറയുന്നു. 3 hours നമ്മൾ എത്തിച്ചാൽ അവരെ കംപ്ലീറ്റ് റിക്കവറിൽ എത്തിക്കാൻ പറ്റുമെന്ന് പറയുന്നു. വൈ? സെൽ ഡെത്ത് ആണോ? സെൽ ഡെത്ത് ഓൾറെഡി സംഭവിച്ചത് കൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് പ്രോഗ്രസീവ് സെൽ ഡെത്ത് എന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. പല ആൾക്കാർക്കും അതിന്റെ കാരണം അറിഞ്ഞൂടാ. ഇത്രയേ ഉള്ളൂ കാരണം. നമ്മുടെ ശരീരത്തിൽ ഒരു ത്രോംബസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പൊളിച്ചു കളയാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം വർക്കൗട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ പൊളിച്ച് കളയുന്ന ആ ഒരു പ്രോസസ്, ത്രോംബോലൈസിസിന് തുല്യമായിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ബോഡിയിൽ തന്നെ നടക്കും. ഓക്കെ, ആന്റി എംബോളിക് മെഷേഴ്സ് എന്നാണ് പറയുന്നത്. ഈ പൊളിച്ച് കളയുക എന്ന് പറയുന്ന അതിനൊരു ലിമിറ്റ് ഉണ്ട്. അത് നടന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ലിമിറ്റ് ക്രോസ് ചെയ്താൽ അടുത്ത സ്റ്റെപ്പിൽ നടക്കുന്ന എന്താണെന്നറിയാവോ? കാൽസിഫിക്കേഷൻ. കാൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ വന്ന് കാൽസ്യം ഡെപ്പോസിറ്റ് ചെയ്യുമെന്ന്. കാൽസ്യത്തിന് എവിടെങ്കിലും ഇരിക്കാനാ ഇഷ്ടം. അതുകൊണ്ട് അത് ബോണിലും ടീത്തിലും ഒക്കെ കയറി ഇരിക്കുന്നത്. പക്ഷെ ബോഡി ഹോർമോൺസ് ആണ് അതിനെ ക്യാരി ചെയ്ത് ബ്ലഡിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചില സീറ്റുകൾ ഇങ്ങനെ കാണുന്നത്, ത്രോംബസ് പോലുള്ള. അതിനകത്ത് കയറി ഡെപ്പോസിറ്റ് ചെയ്യാൻ ഇത് താല്പര്യപ്പെടും. കാൽസിഫിക്കേഷൻ സംഭവിച്ചാൽ എന്താ പ്രശ്നം? അത് പാറ ഉറയ്ക്കുന്ന കൂട്ട് ഉറയ്ക്കും. പാറ ഉറയ്ക്കുന്ന കൂട്ട് ഉറച്ചാൽ എന്താ പ്രശ്നം? നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ പോലും ഇത് ചെറിയ ചെറിയ പീസായിട്ട് എംബോളയായിട്ട് മാറും. ഇത് അവിടുന്ന് കടന്ന് അങ്ങ് ബ്രെയിനിൽ ചെന്ന് അവിടെ ബ്ലോക്ക് ഉണ്ടാക്കും. ഈ കാൽസിഫിക്കേഷൻ എന്ന് പറയുന്ന സംഭവത്തിനെ പേടിച്ചാണ് വിത്തിൻ വിൻഡോ പീരീഡ് പേഷ്യന്റിനെ എത്തിക്കണമെന്നും അതിനു മുമ്പ് തന്നെ ഇതിനെ, അപ്പോൾ അത് വളരെ സോഫ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്, അതിന് മുമ്പ് ഇതിനെ ലൈസ് ചെയ്ത് കളയണമെന്നും ഡോക്ടർമാർ പറയുന്നത്. കാര്യം പിടികിട്ടിയോ? ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഞാൻ എപ്പോഴും പറയും, ഒരു ക്ലാസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു പുതിയ പോയിന്റെങ്കിലും നമുക്ക് കിട്ടണം. എൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: മെയിൽസിനാണോ ഫീമെയിൽസിനാണോ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതൽ? മെയിൽസിനെ നിങ്ങൾ വൈ ഫീമെയിൽ? എന്തുകൊണ്ട് വൈ നോട്ട് ഫീമെയിൽ? കണക്ട് ചെയ്യും. എന്ത് ഹോർമോൺ? ഈസ്ട്രജൻ ഹോർമോൺ. ഈസ്ട്രോജൻ എന്ത് ചെയ്യും? ഈസ്ട്രോജന്റെ പ്രത്യേകത എന്താ? ഈസ്ട്രോജൻ എന്ത് ചെയ്യുന്നു? ഈസ്ട്രോജന്റെ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂട്ടുമെന്ന്. വിസ്കോസിറ്റി കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്താണ്? ബ്ലഡിന്റെ ഒഴുക്കിന്റെ വേഗത കുറഞ്ഞാൽ ക്ലോട്ട് ഉണ്ടാവാനുള്ള സാധ്യത കൂടും. അങ്ങനെയുള്ളവനാ ഈസ്ട്രോജൻ. ഈസ്ട്രോജൻ കാർഡിയോ പ്രൊട്ടക്റ്റീവ് എന്ന് കീർത്തി പറയുന്നു. ഞാൻ ഈ പറഞ്ഞ വെച്ച് ഇതെങ്ങനെ കാർഡിയോ പ്രൊട്ടക്റ്റീവ് ആവും? ടാർബിഡിറ്റി കൂടും. ഫൈൻ, കറക്റ്റാണ്, നിങ്ങൾ പറയുന്ന കാര്യം കറക്റ്റാണ്. പറയട്ടെ ആൻസർ. ഈസ്ട്രോജൻ കാൽസ്യത്തിനെ ഒരിടത്തും ഇരിക്കാൻ അനുവദിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ എന്താ കഥ? എന്താ? ത്രോംബസ് ഈവൻ ഫോം ചെയ്താൽ പോലും അതിന്റെ മുകളിൽ കാൽസ്യത്തിനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഈസ്ട്രോജൻ അനുവദിക്കത്തില്ല. സ്വാഭാവികമായിട്ട് ആന്റി എംബോളിക് മെഷേഴ്സിന്, ത്രോംബോലൈസിസിന്, നാച്ചുറൽ ആയിട്ടുള്ള ബോഡിയുടെ ത്രോംബോലൈസിസിന് സമയം കിട്ടും. ഇത് അതിനെ ലൈസ് ചെയ്ത് വെളിയിൽ കളയും. സ്വാഭാവികമായിട്ടും കാർഡിയാക് റിസ്ക് ഫീമെയിൽസിന് കുറവാണ്. കാര്യം പിടികിട്ടിയോ? ഇതാണ് കാരണം. ഇപ്പൊ പിടികിട്ടിയോ? ശരി, ഇനി നമുക്ക് ഹെമറേജ് എന്ന് പറയുന്നത് എങ്ങനെ ഈ രീതിയിൽ വൈറ്റ് ആയിട്ട് കാണപ്പെടുന്നു? ഹെമറേജ് എന്ന് പറയുന്നത് വിത്തിൻ നോ ടൈം. ബ്ലീഡിങ് ടൈമും ക്ലോട്ടിങ് ടൈമും നിങ്ങൾക്ക് അറിയാമല്ലോ. ഏകദേശം 1 to 4 മിനിറ്റ് ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അടുത്ത സ്റ്റെപ്പിൽ അത് ക്ലോട്ട് ആവുകയാണ്. ക്ലോട്ടായി കഴിഞ്ഞാൽ അടുത്ത അവേഴ്സിനുള്ളിൽ അത് എന്തായിട്ട് മാറുകയാണ്? കാൽസിഫിക്കേഷൻ സംഭവിച്ച് പാറ പോലെ ഉറക്കുകയാണ്. കാൽസിഫിക്കേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ബോൺ പോലെ തന്നെ സ്ട്രോങ് ആവുകയാണ്. അങ്ങനെ ബോൺ പോലെ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ അത് ഹൈപ്പർ ഡെൻസ് ആവുകയാണ്. ഹൈപ്പർ ഡെൻസ് ആയി കഴിഞ്ഞാൽ അത് ബ്രൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ വൈറ്റ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഇപ്പൊ പിടികിട്ടിയോ? കാര്യം മനസ്സിലായോ? ക്ലിയർ ആയോ? എങ്ങനെയാണ് ഹെമറേജ്, കാൽസിഫിക്കേഷൻ, ഹൈപ്പർ ഡെൻസും ബ്രൈറ്റും ആയിട്ട് മാറിയെന്ന് ക്ലിയർ ആയി?
ശരി, ഇനിയുള്ള കാര്യം ഞാൻ ഇച്ചിരി വേഗത്തിൽ വിടുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു കോൺട്രാസ്റ്റ് ബേസ്ഡ് പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺട്രാസ്റ്റ് ബേസ്ഡ് പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പേഷ്യൻ്റെ റീനൽ ഫംഗ്ഷൻ നോർമൽ ആയിരിക്കണം, അല്ലേ? അപ്പോൾ ഒരു RFT നമ്മൾ ചെയ്യണം, യൂറിയ ക്രിയേറ്റിൻ നോക്കണം. ദെൻ കോൺട്രാസ്റ്റിനകത്ത് അയഡിൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിനോട് ജസ്റ്റ് ഒന്ന് ചോദിക്കാം, നിങ്ങൾക്ക് സീ ഫുഡിനോട് അലർജി ഉണ്ടോ എന്ന്. സീ ഫുഡിനോട് അലർജി ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ഒരു അലർജി ടെസ്റ്റ് ചെയ്യാതെ കോൺട്രാസ്റ്റ് കൊടുക്കരുത്. അതേപോലെ തന്നെ പേഷ്യൻ്റ് ഹൈറ്റും വെയിറ്റും കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം, എത്ര മാത്രം എമൗണ്ട് ഓഫ് ഡൈ ഉപയോഗിക്കണം എന്നറിയാൻ വേണ്ടിയാണ്. മെറ്റാലിക് ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മാറ്റാം. പിന്നെ ഡൈ ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് ബോഡി മൊത്തം ഒരു ഫ്ലഷ്ഡ് ഫീലിംഗ് എന്ന് പറയുമ്പോൾ ഒന്ന് ചുവന്ന് തുടുക്കുന്ന ഒരു അവസ്ഥ വരുമെന്നും നാക്കിലൊരു മെറ്റാലിക് ടേസ്റ്റ് വരുമെന്നും ഒക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്കുക. മെറ്റ്ഫോമിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മെറ്റ്ഫോമിനും ഡൈയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ലാക്റ്റിക് അസിഡോസിസ് എന്ന് പറയുന്ന ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയും അത് ലിവർ ടോക്സിക് ആയി മാറുകയും ചെയ്യുമെന്ന് സൂചിപ്പിച്ചേക്കുക. മെറ്റ്ഫോമിൻ വിത്ത്ഹോൾഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇതിനകത്ത് ഞാൻ കൂടുതലായിട്ട് പറയണോ? ഏകദേശം ക്ലിയർ ആണല്ലോ? കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി ഒരു കാര്യം, ഒരു പേഷ്യന്റ് നിങ്ങളെ പിന്നെ CRF ക്രോണിക് റീനൽ ഫെയിലിയർ ഓൺ ഡയാലിസിസ് ഉള്ള ഒരു പേഷ്യന്റ് ആണെന്ന് കരുതുക. ആ പേഷ്യന്റിന് ഏതെങ്കിലും കാരണവശാൽ നമുക്ക് CT ചെയ്യാൻ പറ്റും, കോൺട്രാസ്റ്റ് ബേസ്ഡ് CT ചെയ്യാൻ പറ്റുമോ?